ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് കേട്ടോ. നമ്മുടെ സ്പ്ലെൻഡർ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റിൻ്റെ ശരിക്കും പറഞ്ഞാൽ പല്ലൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിരുന്നു കേട്ടോ. അപ്പോൾ ഈ പല്ലൊക്കെ ശരിക്കും കട്ടായി പോയ കേസുകളൊന്നും ഇല്ല കേട്ടോ. ഒന്നരാടോട്ടുള്ള പല്ലുകളൊക്കെ പോയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സ്പോക്കറ്റ് സ്ലിപ്പായി കൊടുത്തത്. ഇവിടെ വലിയ സ്പോക്കറ്റ് ആയാലും ഈ പല്ലിൻ്റെ ഇവിടെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ ടേപ്പറായ രീതിയിൽ തേയ്മാനം വന്നായിരുന്നു. അപ്പോൾ നമ്മൾ മാറ്റുന്നത് ചെയിൻ സ്പോക്കറ്റ് കിറ്റായിട്ടാണ്. ചെയിനും 2 സ്പോക്കറ്റും കൂടി മാറ്റാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്ക് മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ലൈൻഡർ കൂടി മാറ്റിയിടണം, കാരണം ബ്രേക്ക് ഇല്ല വണ്ടിക്ക്. മാക്സിമം അഡ്ജസ്റ്റിംഗ് ആണ്. പിന്നെ വീലിൻ്റെ ഉള്ളിൽ തന്നെ ഈ റബ്ബർ കട്ടകൾ. ഈ റബ്ബർ കട്ടകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഓൾറെഡി പൊട്ടിക്കിടക്കാണ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ വീലിൻ്റെ ഈ ഭാഗത്ത് തന്നെ ഇത്രയും പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്ലേ നിൽക്കുമ്പോൾ വീണ്ടും പെട്ടെന്ന് നമ്മൾ കൈ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഷിവറിങ് കാണിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ പ്രോബ്ലം പെട്ടെന്ന് ചെയിൻ്റെ ലൈഫ് കുറയും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അഴിക്കുമ്പോൾ ഇത് പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ വീല് അഴിക്കണ സമയത്തോ സർവീസിന് കയറുന്ന സമയത്തോ വീലിന് പ്ലേ വന്നിട്ടുണ്ടെങ്കിൽ റബ്ബർ മാറ്റി കളയേണ്ടതാണ്. വണ്ടി ഓടിക്കാൻ ഒരു സ്മൂത്ത്നെസ് കിട്ടും. തന്നെയല്ല അതിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കേസും കൂടി ഉണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്യേണ്ടത് ബ്രേക്ക് ലൈൻഡർ, ഈ റബ്ബർ, ചെയിൻ സ്പോക്കറ്റ്, ഇത്രയായിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത് കേട്ടോ, മാറ്റേണ്ട സംഭവങ്ങൾ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ബ്രേക്കൊക്കെ ജാമിങ് ഉണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. ഈ കേബിളൊക്കെ കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വർക്ക് പറഞ്ഞേക്കണത് ചെയിൻ സ്പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൂടി ഞാൻ തന്നേക്കാം. വാട്സാപ്പിലേക്ക് ഇട്ടുതരാം. അപ്പോൾ നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിപ്ലൈ തരാം.